ഇന്ത്യൻ മഹാസമുദ്രം വീണ്ടും പുകയുകയാണ്. കിലോമീറ്ററുകൾക്കപ്പുറം അമേരിക്കയിൽ നടക്കുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റം നമ്മുടെ തൊട്ടടുത്ത് വലിയൊരു സുരക്ഷാ ഭീഷണിയായി മാറുമോ? ഇന്ത്യയുടെ തീരത്ത് നിന്ന് വെറും 1700 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഡിഗോ ഗാർസിയ എന്ന തന്ത്രപ്രധാനമായ ദ്വീപ് സ്വന്തമാക്കാൻ ഡൊണാൾഡ് ട്രംപ് നീക്കം തുടങ്ങിക്കഴിഞ്ഞു. ബ്രിട്ടൻ മൗറീഷ്യസിന് വിട്ടു നൽകാനിരുന്ന ഈ ദ്വീപിന്മേൽ അമേരിക്ക പിടിമുറുക്കുമ്പോൾ ലക്ഷ്യം ചൈന മാത്രമല്ല, ഈ മേഖലയിലെ ഇന്ത്യയുടെ ആധിപത്യം കൂടിയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കാം. ദശകങ്ങളായി ബ്രിട്ടന്റെ കൈവശമുള്ള ചാഗോസ് ദ്വീപ് സമൂഹം മൗറീഷ്യസിന് കൈമാറാൻ കഴിഞ്ഞ വർഷം ഒരു ധാരണയായിരുന്നു. എന്നാൽ അധികാരമേറ്റതിന് പിന്നാലെ ട്രംപ് ഈ കരാറിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ഡീഗോ ഗാർസിയയിലെ അമേരിക്കൻ സൈനിക താവളം വെറുമൊരു ക്യാമ്പല്ല, അത് B-52 ബോംബറുകളുടെയും ആണവ മിസൈലുകളുടെയും ഒരു വൻ ശേഖരമാണ്. ചൈനയും റഷ്യയും നേരിടാൻ ഈ ദ്വീപ് അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കാനാവില്ല എന്നാണ് ട്രംപിന്റെ നിലപാട്. ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന അതേ വേഗതയിൽ തന്നെ ട്രംപ് ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും കണ്ണുവെക്കുന്നുണ്ട്. നമുക്കിതിന്റെ ചരിത്രമൊന്ന് പരിശോധിക്കാം. 1960കളിൽ തദ്ദേശവാസികളെ ബലമായി ഒഴിപ്പിച്ചാണ് ബ്രിട്ടനും അമേരിക്കയും ചേർന്ന് ഇവിടെ സൈനിക താവളം പണിതത്. അന്താരാഷ്ട്ര കോടതികൾ ഈ അധിനിവേശം നിയമവിരുദ്ധമാണെന്ന് വിധിച്ചിട്ടുള്ളതാണ്. മൗറീഷ്യസിന്റെ ഈ പോരാട്ടത്തെ ഇന്ത്യ കാലങ്ങളായി പിന്തുണയ്ക്കുന്നുമുണ്ട്. മൗറീഷ്യസിന് കോടിക്കണക്കിന് രൂപയുടെ വികസന സഹായം നൽകുന്നതിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു സമാധാന അന്തരീക്ഷം നിലനിർത്താനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. എന്നാൽ അമേരിക്കയ്ക്ക് ഈ ദ്വീപ് സ്ഥിരമായി കൈവശപ്പെടുത്തിയാൽ കാര്യങ്ങൾ മാറിമറിയും, അല്ലെങ്കിൽ കാര്യങ്ങൾ മാറ്റിമറിക്കാൻ കഴിയും. കാരണം ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദന കൂടിയാണ്. ഡിഗോ ഗാർസിയയിൽ അമേരിക്കൻ സന്നാഹങ്ങൾ വർദ്ധിക്കുന്നത്, യുദ്ധസന്നാഹങ്ങൾ വർദ്ധിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സൈനികവൽക്കരണം വേഗത്തിലാക്കും. അമേരിക്കയുടെ സൈനികവൽക്കരണം ഇത് ചൈനയെ പ്രകോപിപ്പിക്കുകയും നമ്മുടെ അതിർത്തിക്ക് തൊട്ടടുത്ത് വൻ ശക്തികളുടെ പടയൊരുക്കത്തിന് കാരണമാവുകയും ചെയ്യും. മിഡിൽ ഈസ്റ്റിലേക്കും ആഫ്രിക്കയിലേക്കുമുള്ള കടൽപാതകളുടെ നിയന്ത്രണം അമേരിക്കയുടെ കയ്യിലാകുന്നത് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സ്വയംഭരണത്തെയും ബാധിച്ചേക്കാം. മൗറീഷ്യസിനൊപ്പം നിൽക്കണോ അതോ ട്രംപിന്റെ കടുത്ത നിലപാടിനോട് പൊരുത്തപ്പെടണോ എന്ന പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഇന്ത്യ. ചുരുക്കത്തിൽ ഡിഗോ ഗാർസിയയിൽ ട്രംപ് നടത്തുന്ന ഈ ഇടപെടൽ വെറുമൊരു ഭൂമി തർക്കമല്ല, അതിനെ അങ്ങനെ കാണാൻ കഴിയില്ല. അത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു നീക്കം തന്നെയാണ്. ലോകത്തെ വൻ ശക്തികൾ നമ്മുടെ തൊട്ടടുത്ത് കൊമ്പ് കോർക്കുമ്പോൾ ഇന്ത്യക്ക് അതീവ ജാഗ്രത പാലിച്ചേ മതിയാകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 8 മലയാളം.